നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഹരി വിപണിയിൽ ട്രെൻഡിംഗ് ആയി കുതിക്കുന്ന രണ്ട് ഓഹരികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മെറ്റൽ സൂചികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഓഹരികൾ നല്ല കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. മെറ്റൽ ഓഹരികളിൽ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് കാണുന്നത്. നിഫ്റ്റി മെറ്റൽ സൂചിക ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ 10,956 എന്നൊരു നിലവാരത്തിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ എന്നീ ഓഹരികളാണ് സൂചികയിൽ കൂടുതൽ മുന്നേറിയത്. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഓഹരിയിൽ വോളിയത്തിലും ശക്തമായ വോളിയം വളർച്ചയാണ് ഇൻട്രാഡേയിൽ കണ്ടത്. പലിശ നിരക്കിൽ ഇനിയും കുറവുണ്ടായേക്കാമെന്ന ഫെഡിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച സൂചനയും കറൻസി വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടവും ഡിമാൻഡിലുണ്ടാകുന്ന വർധനവുമാണ് മെറ്റൽ ഓഹരികൾക്ക് പ്രചോദനമാകുന്നത്. ഇനി നടക്കാനിരിക്കുന്ന US ഫെഡ് യോഗത്തിൽ നിരക്ക് കുറയ്ക്കുമെന്നും ലേബർ മാർക്കറ്റിൽ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഡോവിഷ് സ്റ്റാൻസിലേക്ക് ഫെഡ് പോയേക്കുമെന്ന പ്രതീക്ഷയും സ്വർണം, വെള്ളി, കോപ്പർ പോലുള്ള മെറ്റൽ കുതിക്കാൻ കാരണമാവുന്നുണ്ട്. കൂടാതെ ചൈന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ സ്പെൻഡിംഗ് ഉയർത്താനും റിന്യൂവബിൾ എനർജി പ്രൊജക്ടുകൾ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനുമുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അതിനാൽ തന്നെ മെറ്റലുകളുടെ വിതരണത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം. US ഡോളർ ഈ അടുത്ത് നടത്തിയ കുതിപ്പിൽ നിന്നും ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട്. ഇത് കമ്മോഡിറ്റി വിലയിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. കോപ്പറിന്റെ വിലയിലെ കുതിപ്പ് ഹിന്ദുസ്ഥാൻ കോപ്പർ ഓഹരിയിലും വെള്ളിയുടെ കുതിപ്പ് ഹിന്ദുസ്ഥാൻ സിങ്ക് ഓഹരിയിലും വലിയ ഉത്തേജനമാണ് നൽകിയത്. ഈ വർഷം ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വെള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡും പരിമിതമായ സപ്ലൈയും മൂലം സിൽവർ മാർക്കറ്റ് ഇപ്പോഴും സമ്മർദ്ദം നേരിടുന്നുണ്ട്. തുടർച്ചയായ 5ാം വർഷമാണ് ഈ സാഹചര്യം തുടരുന്നത്. സിൽവർ ഡിമാൻഡ് ഉയരുന്നത് വഴി ഹിന്ദുസ്ഥാൻ സിങ്ക് ഓഹരിക്ക് ഇനിയും കുതിക്കാൻ സാധിച്ചേക്കുമെന്നാണ് ജെഫ്രീസ് അഭിപ്രായപ്പെടുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക് സിൽവർ നിർമ്മാണത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5 കമ്പനികളിലൊന്നായതിനാൽ സിൽവർ വിലയിലെ കുതിപ്പ് കമ്പനിക്ക് വളരെയധികം ഗുണം ചെയ്യും. ഏകദേശം 800 ടണ്ണിന്റെ വാർഷിക ശേഷിയാണ് കമ്പനിക്ക് നിലവിലുള്ളത്. കമ്പനിയുടെ എബിറ്റിൽ 38% സിൽവർ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 2027 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും 44% ആകുമെന്ന് ജെഫ്രീസ് വിലയിരുത്തുന്നുണ്ട്. സിൽവറിന്റെ കുതിപ്പ് മൂലം കമ്പനി നേടുന്ന ലാഭം FY27 മുതൽക്ക് മാത്രമേ വിസിബിൾ ആകുകയുള്ളൂവെന്നും ജെഫ്രീസ് അഭിപ്രായപ്പെടുന്നു. കാരണം FY26 രണ്ടാം പകുതിയിൽ 37% സിൽവർ വോളിയം കുറഞ്ഞ വിലയിലാണ് ഹെഡ്ജ് ചെയ്തിരിക്കുന്നത്. 2027 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ EV/EBITDA 10 ടൈംസ് ആകുമെന്ന് വിലയിരുത്തുന്നതിനാൽ ഓഹരി വില 660 രൂപ വരെ എത്തിയേക്കാമെന്നാണ് ജെഫ്രീസ് കരുതുന്നത്. കമ്മോഡിറ്റി വിലയിൽ കുതിപ്പ് തുടർന്നാൽ ബുൾകേസ് സെനാരിയോയിൽ ഓഹരി 740 രൂപ വരെ എത്തിയേക്കുമെന്നും കരുതുന്നുണ്ട്. കോപ്പർ വിലയിലെ കുതിപ്പ് മൂലം ഹിന്ദുസ്ഥാൻ കോപ്പർ ഓഹരിയിൽ കഴിഞ്ഞ 8 സെഷനുകളായി ശക്തമായ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. കോപ്പർ വില ഈ വർഷം 50% മുകളിലാണ് കുതിച്ചത്. 2009 ശേഷം കോപ്പറിൽ ഉണ്ടാകുന്ന ശക്തമായ മുന്നേറ്റമാണിത്. ആഗോളതലത്തിൽ കോപ്പർ വിലയിൽ ടണ്ണിന് $12,000 മറികടന്നിരുന്നു. തിങ്കളാഴ്ച സർവകാല ഉയരം തൊട്ട ഓഹരി അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് വഴുതി വീണിരുന്നു. ഇന്നത്തെ ഇൻട്രാഡേയിൽ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് ഉയർന്നതായി കാണാം. തുടക്ക വ്യാപാരത്തിൽ 7%-ലധികം നേട്ടം ഓഹരിയിൽ പ്രകടമായി. ഇലക്ട്രിഫിക്കേഷൻ നടപ്പിലാക്കുന്നത് കോപ്പറിന് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. AI ഡാറ്റാ സെന്റർ, റിന്യൂവബിൾ എനർജി, EV, പവർ ഗ്രിഡ് എന്നിങ്ങനെയുള്ള എല്ലാ മേഖലയിലും കോപ്പർ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നുണ്ട്. പുതുവർഷത്തിൽ കോപ്പറിന് സപ്ലൈയിൽ കൂടുതൽ സമ്മർദ്ദം നേരിട്ടേക്കാമെന്ന് ഗോൾഡ്മാൻ സാക്സ് വിലയിരുത്തുന്നു. കോപ്പർ വില അതിന്റെ പീക്കിൽ തുടരുന്നതിനാൽ $11,400 നിലവാരത്തിൽ കൺസോളിഡേറ്റ് ചെയ്തേക്കാമെന്നും ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട്. റെയർ എർത്ത് മെറ്റലുകൾക്ക് മേൽ ചൈന ആധിപത്യം കൈവരിച്ചിരിക്കുന്നതിനാൽ കയറ്റുമതിയിൽ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ കടുത്ത നടപടികൾ കൈക്കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. താരിഫ്, സബ്സിഡി എന്നിവ അവതരിപ്പിച്ചുകൊണ്ട് രാജ്യങ്ങൾ ഡൊമസ്റ്റിക് സപ്ലൈ ഉയർത്താൻ സാധ്യതയുണ്ട്. ഇത് കോപ്പർ, അലുമിനിയം എന്നിവയുടെ വിലയിൽ സ്വാധീനിച്ചേക്കാം. ഹിന്ദുസ്ഥാൻ കോപ്പർ ഓഹരികൾ അതിന്റെ സർവകാല ഉയരമായ 545 രൂപയിൽ നിന്നും 4.66% ഡിസ്കൗണ്ടിലാണ് നിലവിൽ തുടരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച തുടർച്ചയായ മുന്നേറ്റമാണ് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. ഈ കാലയളവ് കൊണ്ട് 35% റാലിയാണ് ഓഹരിയിൽ ഉണ്ടായത്. നിലവിൽ 50-day, 100-day, 200-day മൂവിംഗ് ആവറേജിന് മുകളിലാണ് ഓഹരി തുടരുന്നത്. ഇതോടെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 59% റിട്ടേൺ ഓഹരി നൽകിയിട്ടുണ്ട്. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം 109% മുന്നേറ്റവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 3 വർഷത്തിനിടെ 376%-യും 5 വർഷത്തിനിടെ 737%-യും നേട്ടമാണ് ഓഹരി നൽകിയിരിക്കുന്നത്. ഓഹരിയുടെ വിപണി മൂലധനം 50,000 കോടി രൂപ മറികടന്നിരിക്കുന്നു. എന്നാൽ ഓഹരിയുടെ RSI ഉയർന്നാണ് തുടരുന്നത്. ഓഹരി ഓവർബോട്ട് സോണിൽ തുടരുന്നതിനാൽ ഒരു പുൾ ബാക്ക് ഓഹരിയിൽ ഉണ്ടായേക്കാമെന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഓഹരിയിൽ 450 രൂപയിലാണ് ഇനി സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടത്. റെസിസ്റ്റൻസ് ആയി 545 രൂപ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. സപ്പോർട്ട് ലെവലിലേക്കുള്ള ഡിപ്പ് ഫ്രഷ് എൻട്രി പോയിന്റായി കണക്കാക്കാമെന്ന് ചോയ്സ് ബ്രോക്കിംഗിലെ ടെക്നിക്കൽ അനലിസ്റ്റ് സച്ചിൻ ഗുപ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഹരികളുടെ റാലിക്ക് പിന്നിലുള്ള കാരണവും പ്രകടനവുമാണ് ഇവിടെ വ്യക്തമാക്കിയത്. ഇത് ഓഹരി വാങ്ങുന്നതിനുള്ള നിർദ്ദേശമായി സ്വീകരിക്കരുത്. നിങ്ങൾ ഓഹരി വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കുക.